നമസ്കാരം. ദൃശ്യം 3 സിനിമയുടെ കഥയെക്കുറിച്ചോ അതിൻ്റെ ഏതെങ്കിലും ഒരു എലമെന്റിനെ കുറിച്ചോ റിവ്യൂ ചെയ്യാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ സ്വാഭാവികമായിട്ടും ഇതിന് മുന്നിറങ്ങിയ ദൃശ്യം 1, 2 എന്നീ ഇൻസ്റ്റാൾമെന്റുകളും മറ്റ് ത്രില്ലറുകളുമായിട്ടുള്ള ഒരു കമ്പാരിസൺ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുൻപ് കണ്ട സിനിമകൾ പോലെ തന്നെ 1 and 2 പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പിന് വേണ്ടിയാണ്. അതായത് നമ്മൾ കണ്ട ജോർജ് കുട്ടി, അവരുടെ ഫാമിലി, അതിന് ചുറ്റുമുള്ളവർ, അവരുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റസ് എന്താണ് എന്നാണ് സിനിമ പറഞ്ഞു വരുന്നത്. അതായത് ഒരു ബേസ് സെറ്റപ്പ് ഉണ്ടാക്കുന്നു. കഥാപാത്രങ്ങൾക്കെല്ലാം കാലത്തിൻ്റെതായ ഒരു ഡിഫറൻസ്, ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ 2021 തോന്നുന്നു അവസാനമായി ദൃശ്യം 2 ജോർജ് കുട്ടിയുടെ ഫാമിലിയെയും പരിസര പ്രദേശത്തുള്ളവരെയും കണ്ടത്. ജോർജ് കുട്ടി ഇപ്പോൾ ഒരു തിയേറ്റർ ഉടമയിൽ നിന്നും ഒരു പ്രൊഡ്യൂസറായി വളർന്നിരിക്കുന്നു. മറ്റ് കഥാപാത്രങ്ങൾക്കും പ്രായത്തിൻ്റെതായതും സ്വാഭാവികമായിട്ടുണ്ടാകുന്നതുമായ ഗ്രോത്ത് ഉണ്ട്. ചില കഥാപാത്രങ്ങൾക്ക് സ്വഭാവത്തിൽ തന്നെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അതിൻ്റെതായ ജസ്റ്റിഫിക്കേഷൻ സിനിമയിൽ പറയുന്നുണ്ട്. ദൃശ്യം 2 കുറിച്ചുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് അതിലെ അപ്രധാന കഥാപാത്രങ്ങൾ, അതായത് ആ ഓട്ടോ ചേട്ടന്മാർ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കുഴിച്ചു നോക്കാൻ വരുന്ന ജോലിക്കാർ, അങ്ങനെയുള്ളവരെല്ലാം ഒരു അമച്വർ സ്വഭാവത്തിലാണ് അഭിനയിച്ചിരുന്നത്. അവിടെയെല്ലാം ഒരു കല്ലുകടി ഉണ്ടായിരുന്നു. അത് കോവിഡ് കാലത്ത് ഷൂട്ട് ചെയ്തതുകൊണ്ട്, മിനിമം റിസോഴ്സ് വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് ഉണ്ടായ ഒരു അവസ്ഥയാണെന്നാണ് പിന്നീട് അതിന്റെ മേക്കേഴ്സ് പറഞ്ഞത്. എന്നാൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഈ സിനിമയിലില്ല. എല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ദൃശ്യം 1, 2 എന്ത് ക്വാളിറ്റി ഉണ്ടായിരുന്നു അതിന് മേളിൽ മേക്കിംഗ് നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് ദൃശ്യം 3. പിന്നെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലേക്ക് വന്നാൽ ആസ് യൂഷ്വൽ ജോർജ് കുട്ടി, അവരുടെ ഫാമിലി, പിന്നെ പുതിയ ചില കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ സിനിമയിൽ ഉണ്ടായിരുന്ന ചില കഥാപാത്രങ്ങൾ ഇതിലില്ല. എന്നാൽ ദൃശ്യം 1 നിന്നും ചില കഥാപാത്രങ്ങൾ വീണ്ടും ദൃശ്യം 3 എത്തുന്നുണ്ട്. അങ്ങനെ കഥാപാത്രപരമായ കുറച്ച് വ്യത്യാസങ്ങളുമുണ്ട്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് ഒരു ഇന്റർവെൽ ബ്ലോക്കോടുകൂടി ആസ് യൂഷ്വൽ തീരുന്നു. യഥാർത്ഥ ത്രില്ലർ നടക്കുന്നത് സെക്കൻഡ് പാർട്ടിലാണ്. ഇനി സെക്കൻഡ് പാർട്ടിലെ കഥയിലേക്ക് വന്നാൽ, നമ്മൾ അടുത്ത കാലത്ത് കണ്ട ത്രില്ലറുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു ഡീസന്റ് ത്രില്ലർ തന്നെയാണ് ദൃശ്യം 3. പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം, ദൃശ്യം 1, 2 എന്നീ സിനിമകൾ സെറ്റ് ചെയ്ത് വെച്ച ഒരു ബെഞ്ച് മാർക്കുണ്ട്. ആ ബെഞ്ച് മാർക്ക് ബീറ്റ് ചെയ്യാൻ ദൃശ്യം 3 കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു ചെറിയ സംശയം കുറച്ച് പേർക്കെങ്കിലും തോന്നാം. ദൃശ്യം 1 2 കണ്ടപ്പോൾ, ഇന്നലെ കൂടി ഞാൻ ദൃശ്യം 2 TV കണ്ടിട്ടാണ് ഇന്ന് സിനിമ കാണാൻ പോയത്. അപ്പോഴും വളരെ ആസ്വദിച്ചാണ് ദൃശ്യം 2 ട്വിസ്റ്റുകളെല്ലാം കണ്ടിട്ടുള്ളത്. അത് വളരെ ഓർഗാനിക് ആയിട്ട് വരുന്ന ഒന്നായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്നാൽ ഈ സിനിമയിൽ കുറച്ച് ഫോഴ്സ്ഫുൾ ആയിട്ടുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ദൃശ്യം 3 ഒരു ഡീസന്റ് ത്രില്ലർ തന്നെയാണ്. ഇനി വരുന്ന ഒരു ചോദ്യമുണ്ട്, ദൃശ്യം 4 അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ ഒരു സാധ്യതയുടെ എലമെന്റ് ഇട്ടിട്ട് തന്നെയാണ് അവസാനം സിനിമ അവസാനിക്കുന്നത്. ഇൻ ദ വെരി ലാസ്റ്റ് ഡയലോഗ്, ഏറ്റവും അവസാനത്തെ ഡയലോഗിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി വെച്ചിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ അത് സ്വാഭാവികമായിട്ടും ദൃശ്യം 3 വിജയത്തേക്ക് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഒരു പക്ഷേ ദൃശ്യം 4 ഉണ്ടാവാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രില്ലർ ആയതുകൊണ്ട് കഥയിലേക്കോ കൂടുതൽ കഥാപാത്രങ്ങളിലേക്കോ ഒന്നും കടക്കാൻ കഴിയുകയില്ല. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു.